ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിയൊന്നും അരയ്ക്കാതെ കുതിർത്താതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം ഇതിനായി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. റവ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇനി ശർക്കര ഒന്ന് തിളച്ച് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ശർക്കര ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നല്ല തിളച്ച വെള്ളം വേണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് അതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടും ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഓരോരുത്തർ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമാകുന്നെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എള്ള് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്ന് കട്ടായി പോയതാണേ. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഉടനെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കുഴിയുടെ 1/4 ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിറച്ചൊഴിച്ചു കൊടുക്കരുത്. എന്നാൽ പരസ്പരം ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/4 ഭാഗം വെച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആദ്യം ഒഴിച്ചത് നമുക്ക് ആദ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയി വന്നതിന് ശേഷം ആദ്യം ഒഴിച്ചത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.